ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു ലഞ്ച് മെനു ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഒരു ചട്ടി എടുത്തിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. അതിനകത്തേക്കൊരു 10-12 ചെറിയുള്ളി കനം കുറച്ച് അരിഞ്ഞാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചെറിയുള്ളിയാണ് കേട്ടോ. സവോള എടുത്താൽ കുഴപ്പമില്ല, പക്ഷേ ചെറിയുള്ളിയാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി ഇതിനകത്തേക്ക് ഒരു പച്ചമുളക് കട്ട് ചെയ്ത് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് വഴറ്റാം. ഇനി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കൂർക്കയാണ്. മീഡിയം വലുപ്പത്തിലുള്ള ഒരു 10 കൂർക്കയോളം എടുക്കാം. നല്ല വലുതാണെങ്കിൽ ഒരു 7 എണ്ണമൊക്കെ മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തു. ഒരുപാട് വലിയ പീസല്ല, മീഡിയം ടൈപ്പ് പീസാക്കി ഞാൻ ഒരു കൂർക്കയെ ഒരു 4ആയിട്ട് കട്ട് ചെയ്തു. അങ്ങനെയൊക്കെയാണ് എടുക്കുന്നത്. നല്ല വലുതാണെങ്കിൽ ഒരു 6ആയിട്ടൊക്കെ കട്ട് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഈ ഒരു അളവിലാണ് എടുത്തിരിക്കുന്നത്. അത് ചേർത്തിട്ട് നമുക്കൊരു 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കറിയാണ് കേട്ടോ. ഇനി നമുക്കിത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. കൂർക്ക ഞാൻ തൊലി കളഞ്ഞെടുത്താണ്. അപ്പോൾ ചിലർ ഇപ്പോൾ വേവിച്ചെടുക്കുന്നവരൊക്കെ ഉണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉള്ളി നന്നായി ഒന്ന് വഴണ്ട് കഴിയുമ്പോൾ ജസ്റ്റ് അതൊന്ന് ചേർത്തിട്ട് ഒരു ഇത്തിരി വെള്ളം ഒഴിച്ച് ഒന്ന് ഉപ്പുമൊക്കെ ഇട്ട് ഒന്ന് വേവിക്കുക. അത്രയും മതി. ജസ്റ്റ് ഒന്ന് തിളപ്പിക്കുക, അത്രയും മതിയാവും. അപ്പോൾ ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഉടയരുത്, എന്ന വേവും വേണം. ആ ഒരു പരുവം, ഉടയുന്ന പരുവത്തിലേക്ക് വേവിച്ചെടുക്കരുത് കേട്ടോ. ഇത് ഇങ്ങനെ ഉടഞ്ഞ് കലങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു കാര്യം നമ്മൾ വിറ്റ് പോയിട്ടുണ്ടായിരുന്നു, തക്കാളി. അത്യാവശ്യം വലുപ്പമുള്ള ഒരു തക്കാളി എടുക്കാം. ചെറുതാണെങ്കിൽ 2 എണ്ണം, മീഡിയം ടൈപ്പൊക്കെ ആണെങ്കിൽ ഒരു 1.5 തക്കാളിയൊക്കെ എടുക്കാം. നല്ല പഴുത്ത തക്കാളി എടുക്കുക കേട്ടോ, അതാണ് കൂടുതൽ ടേസ്റ്റ്. ആ ഉള്ളിയുടെ കൂടെ തക്കാളിയും കൂടി ചേർത്ത്, നമ്മുടെ കൂർക്ക ചേർക്കുന്ന സമയത്ത് തക്കാളി കൂടി ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ ആ സമയത്ത് വിട്ടുപോയതുകൊണ്ടാണ് ഇപ്പം ചേർത്ത് കൊടുത്തത്. ഇങ്ങനെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് വെന്ത് കിട്ടട്ടെ. അപ്പോൾ ഇതൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് വേറൊരു പാൻ വയ്ക്കാം. അതിനകത്തേക്ക് ഒരു ടീസ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഒരു അരമുറി തേങ്ങ, അതായത് ഒരു തേങ്ങയുടെ ഒരു മുറി, അത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് മിക്സിയുടെ പൾസ് മോഡിലിട്ട് ഒന്ന് കറക്കിയെടുക്കുക. അപ്പോൾ എല്ലാം ഈവനായിട്ട്, അതായത് ഒരേപോലെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഒരു നുള്ള് കടുക്, ഒരു നുള്ള് ഉലുവ, ഒരു 3-4 വറ്റൽമുളകും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ തേങ്ങ ജസ്റ്റ് നമ്മളിപ്പോൾ ചിരകിയ തേങ്ങ ആണെങ്കിൽ ഒന്ന് പൾസ് മോഡിൽ കറക്കി എടുത്തിട്ട് വറുത്തെടുത്ത് കഴിഞ്ഞാൽ എല്ലാം ഒരേപോലെ നമുക്ക് കളർ മാറി കിട്ടും. അല്ലെങ്കിൽ കുറച്ചൊക്കെ മൂക്കും കുറച്ച് മൂക്കാതെ അങ്ങനെ കിടക്കും. നമ്മൾ തേങ്ങ ചിരകുമ്പോൾ പലതും പല അളവായി പോകുമല്ലോ. അതുകൊണ്ടാണ് ഒരു 3-4 ചെറിയുള്ളിയും കൂടി ചേർത്തിട്ട് കുറച്ച് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. അതിനകത്തേക്ക് ഒരു 8-10 കുരുമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കാര്യം, വറ്റൽമുളക് എടുക്കുമ്പോൾ എപ്പോഴും 2ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ചില വറ്റൽമുളകാണെങ്കിൽ ഉള്ളിൽ ഒരു പൂപ്പലുണ്ടാവും, അതുകൊണ്ട് തന്നെ കട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് നന്നായിട്ട് തേങ്ങയുടെ ആ ഒരു കളറ് മാറി വരുന്ന സമയത്ത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ടീസ്പൂണിൽ താഴെ മതി, നിങ്ങളുടെ എരിവിനനുസരിച്ച്. കുരുമുളകും ഒക്കെ ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ മുളക് പൊടി അതുകൂടി ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുത്താൽ കൂടുതൽ നല്ലതാണ്. അല്ലെങ്കിൽ നല്ല ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം മാത്രം പൊടികൾ ചേർത്ത് കൊടുക്കുക. ഒരു മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്യുക, എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം കേട്ടോ, അതിൽ തന്നെ വെക്കരുത്. അപ്പോൾ നമ്മുടെ കൂർക്ക നന്നായി വെന്ത് കഴിയുമ്പോൾ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് ഞരടി പിഴിഞ്ഞ് വെച്ചിട്ട് കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഓൾറെഡി നമ്മൾ തക്കാളി ചേർത്തിട്ടുണ്ട്. കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക, ഒന്ന് തിളക്കട്ടെ. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ തേങ്ങ നന്നായിട്ട് പൊടിച്ചെടുത്തു കേട്ടോ. ചൂട് മാറി കഴിയുമ്പോൾ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തു. നല്ല ഉണക്ക തേങ്ങ എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് തനിയെ എണ്ണ ഇറങ്ങി വരും. അപ്പോൾ ആ എണ്ണയിൽ തന്നെ നമുക്ക് അരച്ചെടുക്കാൻ പറ്റും. ഒരിക്കലും വെള്ളം ഒഴിച്ച് അരയ്ക്കരുത്. അരച്ച് കഴിഞ്ഞാൽ ഈ ഒരു കളർ കിട്ടില്ല. അപ്പോൾ അങ്ങനെ എണ്ണ ഇറങ്ങി വരുന്നില്ല എന്നുണ്ടെങ്കിൽ നല്ല ഫൈനായിട്ട് പൊടിച്ചിട്ട് ആ പുളിയുടെ റോ ടേസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് തിളച്ച് പുളിയുടെ റോ ടേസ്റ്റ് ഒന്ന് മാറിക്കഴിയുമ്പോൾ ആ പൊടി ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്, അപ്പോൾ ഉപ്പ് കുറവാണ്, കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് തിളച്ച് എണ്ണ തെളിഞ്ഞ് വരട്ടെ. കണ്ടോ, കൂർക്ക അങ്ങ് ഉടഞ്ഞു പോയിട്ടില്ല, എന്നാൽ നന്നായി വെന്തിട്ടുണ്ട്. ഇത് ഞാൻ വാങ്ങിച്ചത് മൈക്രോ ഫൈബർ ക്ലോത്താണ് കേട്ടോ. നമ്മുടെ ടിഷ്യൂ പേപ്പർ പോലെ നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. പക്ഷേ നല്ല സൂപ്പർ പ്രോഡക്റ്റാണ്. ഒരു 200 രൂപയെ താഴെയുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കൊടുത്തിരിക്കാം. നല്ല പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഞാനൊന്ന് കാണിച്ചതാണ്. നമുക്ക് കുറേ തവണ, ഒരു 10-20 തവണ വാഷ് ചെയ്ത് സെയിം ക്ലോത്ത് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ വലുപ്പമേ ഉണ്ടാവുള്ളൂ കേട്ടോ, ഒരെണ്ണം. അങ്ങനെ ഒരു 20 എണ്ണം ഒരു സെറ്റായിട്ടാണ് കിട്ടുന്നത്. ഞാനിപ്പോൾ വാങ്ങിച്ചിട്ട് കുറേ കാലമായി, എന്നിട്ട് ഒരു 3-4 എണ്ണം എനിക്ക് എടുക്കേണ്ടി വന്നിട്ടുള്ളൂ കേട്ടോ. എത്ര വാഷ് ചെയ്താലും ചീത്തയായി പോവില്ല, നല്ലതാണ് കേട്ടോ. വെള്ളമൊക്കെ നന്നായിട്ട് പിടിച്ചെടുക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് വേണ്ടവർക്ക് ഞാൻ ലിങ്ക് കൊടുത്തിരിക്കാം കേട്ടോ, ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്താൽ മതി.
ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ വെള്ളം ഒഴിച്ച് അരച്ച് കഴിഞ്ഞാൽ ആ ഒരു തീയലിൻ്റെ ടേസ്റ്റും മാറിപ്പോവും, കളറും മാറിപ്പോവും, ഒരു റെഡിഷ് കളറിലേക്ക് പോവും. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് എടുത്തു കഴിഞ്ഞാൽ എണ്ണ ഇറങ്ങി വരികയാണെങ്കിൽ ആ എണ്ണയിൽ തന്നെ നമുക്ക് ഇളക്കി എടുത്ത് അരച്ചെടുക്കാം. ഞാൻ വേറൊരു വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഞാൻ ഓൾറെഡി ചെയ്തിരിക്കുന്നതിലൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് അധികം ഉണങ്ങിയ തേങ്ങ ആയിരുന്നില്ല. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ വെള്ളം ഒഴിച്ച് അരയ്ക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ എന്താ ചെയ്യുക, ഫൈനായിട്ട് അങ്ങ് പൊടിച്ചിട്ട് ആ ഒരു പുളിവെള്ളത്തിൻ്റെ റോ ടേസ്റ്റ് ഒന്ന് മാറുമ്പോൾ ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. ആ പൊടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഒരുപാട് അങ്ങ് തിക്കാക്കി എടുക്കരുത്, ഒരുപാട് ലൂസാക്കി എടുക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച് എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് നന്നായിട്ട് കറിവേപ്പിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ. ഇനി നമ്മളിതിനകത്തേക്ക് പയർ കിട്ടിയിട്ടുണ്ട് കേട്ടോ, നാടൻ പയറാണ്. അപ്പോൾ ഇത് ഞാൻ ഒന്ന് കുറച്ച് കട്ട് ചെയ്തെടുക്കുകയാണ്, കുറച്ച് നീളത്തിലുള്ള പീസാക്കി കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമുക്കിതുപോലെ കട്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ അതെല്ലാം ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചു. ഇനി നമുക്കിതിനകത്തേക്ക് അത്യാവശ്യം വലുപ്പമുള്ള ഒരു സവോള കൂടി വേണം കേട്ടോ. അപ്പോൾ പയർ ഞാൻ മൊത്തം എടുത്തിട്ടില്ല, കുറച്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു പിടി നന്നായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒരു 1/4 ഭാഗം എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് അത്യാവശ്യം വലുപ്പമുള്ള ഒരു സവോളയും കൂടി എടുത്ത് കനം കുറച്ച് അരിഞ്ഞെടുത്തു. ഇനി ഒരു പാൻ എടുത്തിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട്, ഞാൻ കടുകൊന്നും ഇട്ടിട്ടില്ല, ജസ്റ്റ് ആ സവോള അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. ചെറിയ ഉള്ളിയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ് കേട്ടോ. സവോള കനം കുറച്ച് അരിയണം നീളത്തിൽ. എന്നിട്ട് ഇതിനകത്തേക്ക് ഒരു 2-3 വെളുത്തുള്ളി കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ചതച്ചിട്ട് കൊടുത്താലും മതി, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് ആ സവോളയുടെ കളർ ജസ്റ്റ് ഒന്ന് മാറി വരുമ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ക്രഷ്ഡ് ചില്ലി, നമ്മുടെ ചതച്ച വറ്റൽമുളക് ചതച്ചതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് അതിൻ്റെ ആ റോ ടേസ്റ്റ് മാറുന്ന വരെ നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് എന്നാലും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പയർ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഒതുക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് വേവിച്ചെടുത്താൽ മതി. ഞാൻ വെള്ളം ഒഴിച്ച് വേവിച്ചിട്ടില്ല, കണ്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് വേവിക്കാം, പക്ഷേ വെള്ളം ഒഴിച്ച് വേവിച്ചാൽ ഈ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ആവശ്യത്തിന് കുറച്ച് തേങ്ങാക്കൊത്തുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, പക്ഷേ ചേർത്താൽ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഒതുക്കി വെക്കുക, അടച്ച് വെച്ച് കൊടുത്താൽ മതി. കുറച്ച് സമയം എടുക്കുക, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് വെത്താൽ മതി, വേറെ ഒന്നും ചേർക്കണ്ട. സൂപ്പർ ടേസ്റ്റുള്ള നമ്മുടെ പയർ മെഴുക്കുവരട്ടിയാണ് കേട്ടോ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റി വെച്ചു. ഇനി നമുക്കൊരു പാൻ വയ്ക്കാം, കുറച്ച് എണ്ണ ഒഴിച്ച് കടുകിട്ടൊന്ന് പൊട്ടിക്കാം. ഇതിനകത്തേക്ക് ഞാനൊരു 10 കോവയ്ക്ക കനം കുറച്ച് നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. ആവശ്യത്തിന് കറിവേപ്പിലോട് ചേർത്ത് കൊടുത്തു. കുറച്ച് ഉപ്പ്, കുറച്ച് തേങ്ങാക്കൊത്ത്, ഓപ്ഷണലാണ് കേട്ടോ, ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം. ഒരു പകുതി സവോള ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് ഒതുക്കി വയ്ക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഒതുക്കി വെച്ചിട്ടൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് ആവി കയറട്ടെ. കോവയ്ക്ക ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആവി കയറി വെന്ത് കിട്ടും. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നന്നായി വെന്ത് കഴിയുമ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഒരു പിടി തേങ്ങ, ഒരു 2 വെളുത്തുള്ളി, ഒരു ചെറിയുള്ളി ഇല്ലെങ്കിലും ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത് ഇത്രയും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് മോഡിൽ കറക്കി വെന്ത് കഴിയുമ്പോൾ അതിനകത്തേക്ക് ഇട്ടിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് അങ്ങനെ തന്നെ അടച്ചു വെച്ച് കൊടുത്തു, മിക്സ് ചെയ്തിട്ടില്ല. എന്നിട്ട് ഒരു 1-2 മിനിറ്റ് കഴിയുമ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഫ്ലെയിം കുറച്ച് വെക്കണം കേട്ടോ. ഒന്നുകൂടെ ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അതുപോലെ അടച്ചു വയ്ക്കുക. ആ വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് ആ തേങ്ങയുടെ ആ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരണം. അപ്പം എന്താ വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മുടെ കോവയ്ക്ക തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. തേങ്ങ അരയ്ക്കുമ്പോൾ 2 വെളുത്തുള്ളിയും കൂടെയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഒരുപാട് ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർക്ക് ഒരു വെളുത്തുള്ളി ചേർത്താലും മതി കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ, ഇതും ആയിട്ടുണ്ട്. ഇനി ഞാനൊരു 2 മുട്ടയും കൂടി പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. നല്ല കുരുമുളകൊക്കെ ഇട്ട മുട്ടയും കൂടി പൊരിച്ചെടുത്തു. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ റെസിപ്പീസ് എല്ലാം തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ചോറ് വിളമ്പാം. പയർ മെഴുക്കുവരട്ടി, നമ്മുടെ കോവയ്ക്ക തോരൻ, അതുപോലെ തന്നെ വറുത്തരച്ച കൂർക്ക. നല്ല ടേസ്റ്റാണ് കേട്ടോ, മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്യുക. സൂപ്പർ ടേസ്റ്റാണ്. വേണമെങ്കിൽ കുറച്ച് തൈര് കൂടി എടുക്കാം. മുട്ട വേണ്ടാത്തവർക്ക് മുട്ട ഒഴിവാക്കാം. പപ്പടം വേണ്ടുന്നവർക്ക് പപ്പടം എടുക്കാം. കുറച്ച് വെളുത്തുള്ളി അച്ചാർ കേട്ടോ. എനിക്ക് ഈ തീയൽ ചെയ്യുമ്പോൾ എപ്പോഴും ഒന്നെങ്കിൽ തൈര് അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ നല്ല പുളിശ്ശേരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടുമോയെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ്. തീയലുണ്ടാക്കുമ്പോൾ എപ്പോഴും എനിക്ക് ഇത്തിരി പുളിശ്ശേരി ഇഷ്ടമാണ് കേട്ടോ അതിൻ്റെ കൂടെ കഴിക്കാൻ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അതൊന്നും വേണ്ട, ഈ ഒരു തീയൽ മാത്രം മതി ചോറിനാണ്. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ, ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്, റിപ്ലൈ തരുന്നതായിരിക്കും. നമുക്ക് വ്യത്യസ്തമായ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.